നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. അത് തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെ എന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്ക്കാണ് സ്തുതി. മുഹീദ്ദീൻ ശൈഖിന് സ്തുതിയാണ് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫാത്തിഹ ഓതുമ്പോ ചിലപ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതിയിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതിയിട്ടുണ്ട്. അവരൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അവരെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നത് ആരോടാ? ലോകസിദ്ധാവായ റബ്ബിനോടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപൻ അവൻ മാത്രമാണ്. അവൻ മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ പടച്ചു തരുന്നവനുള്ളൂ. ഒരു കാര്യവും ഒരു നബിയും പടക്കൂല, ഒരു മലക്കും പടക്കൂല, ഒരു വലിയും പടക്കൂല, ഒരു സാലിഹും പടക്കൂല, ഒരു മുതഅല്ലിമും പടക്കൂല, ഒരാളും പടക്കൂല. പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, സിദ്ധാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിനെ മുൻനിർത്തിയിട്ടാ നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നാൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ